കൊല്ലവർഷം 1201 പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാറ്റങ്ങളുടെയും പുതിയ അനുഭവങ്ങളുടെയും ഒരു വർഷമായിരിക്കും. ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വിശദമായി പരിശോധിക്കാം. ഈ വർഷം നിങ്ങൾക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നൽകും. അവയെ എങ്ങനെ നേരിടാമെന്നും പരമാവധി പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം. ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുക. വിവിധ മേഖലകളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. ശനി, വ്യാഴം, രാഹു, കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. വ്യക്തിബന്ധങ്ങൾ, ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ എന്നിവയിൽ ഈ മാറ്റങ്ങൾ പ്രകടമാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഈ വർഷം നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. കൊല്ലവർഷം 1201 പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട വർഷമാണ്. ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കരുത്. പതിവായി ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, തലവേദന, സന്ധിവേദന എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും ശീലമാക്കുക. യോഗ, ധ്യാനം എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. പരിക്കുകൾ പറ്റാൻ സാധ്യതയുള്ളതിനാൽ യാത്രകളിലും സാഹസിക പ്രവൃത്തികളിലും അതീവ ജാഗ്രത പാലിക്കുക. ശാരീരിക ക്ഷമത നിലനിർത്താൻ ദിവസവും നടക്കുകയോ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം സമ്മിശ്ര ഫലങ്ങളായിരിക്കും. അപ്രതീക്ഷിതമായി ചില ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കാൻ ഇത് അനുകൂലമായ സമയമായിരിക്കില്ല. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ വർഷം ഒഴിവാക്കുന്നതാണ് ഉചിതം. എങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും. ചെലവുകൾ നിയന്ത്രിക്കാനും സമ്പാദ്യത്തിന് മുൻഗണന നൽകാനും ശ്രമിക്കുക. തൊഴിൽ രംഗത്ത് പൂയം നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അല്പം കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. വർഷത്തിന്റെ അവസാനത്തോടെ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പ്രോജക്റ്റുകളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തത്തിലൂടെ ലാഭം നേടാൻ കഴിയും. ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ചാൽ വിജയത്തിലെത്താൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് കഠിനാധ്വാനം ആവശ്യമുള്ള വർഷമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അല്പം കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ യോഗയും ധ്യാനവും സഹായിക്കും. അലസത ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം നല്ല അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. അധ്യാപകരുമായും സഹപാഠികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് പഠനത്തിൽ ഗുണം ചെയ്യും. കുടുംബജീവിതത്തിൽ ഈ വർഷം ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹിതർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിക്കുക. കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. കുടുംബത്തിലെ മുതിർന്നവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. വിവാഹം ആഗ്രഹിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹം നിശ്ചയിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും. എന്നാൽ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. ജാതകം വിശദമായി പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രണയബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയവിനിമയത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. വിവാഹശേഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഈ വർഷം നിങ്ങൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. തൊഴിൽ സംബന്ധമായ യാത്രകൾ, തീർത്ഥാടന യാത്രകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കുക. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും അവസരം ലഭിക്കും. വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട്. യാത്രകൾ നിങ്ങൾക്കൊരു പുതിയ അനുഭവങ്ങളും അറിവുകളും നൽകും. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ലഘൂകരിക്കാൻ ചില പരിഹാരങ്ങൾ നോക്കാം. ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശിവൻ, ദേവി, വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് ഗുണം ചെയ്യും. ശിവക്ഷേത്രത്തിൽ കൂവളത്തിലെ സമർപ്പിക്കുക. ഗണപതിക്ക് അർച്ചന നടത്തുക. സുബ്രഹ്മണ്യന് കാവടി എടുക്കുക എന്നിവ നല്ലതാണ്. നാഗദോഷമുണ്ടെങ്കിൽ നാഗരാജാവിന് 100 പാലും അഭിഷേകം ചെയ്യുക. ദിവസവും ധ്യാനം, യോഗ എന്നിവ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഓം നമഃശിവായ, ഓം വിഷ്ണുവേ നമഃ എന്നീ മന്ത്രങ്ങൾ ദിവസവും 108 തവണ ജപിക്കുന്നത് ഐശ്വര്യം നൽകും. പൂയം നക്ഷത്രക്കാർക്ക് പവിഴം, മുത്ത് എന്നിവ ധരിക്കുന്നത് ഗുണകരമാണ്. ജ്യോതിഷിയുടെ ഉപദേശം തേടി അനുയോജ്യമായ രത്നം ധരിക്കുക. നിർധനർക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് പുണ്യം നൽകും. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സഹായിക്കുന്നത് നല്ലതാണ്. വീടിന്റെ പരിസരത്ത് വൃക്ഷത്തൈകൾ നടുന്നത് പ്രകൃതിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഐശ്വര്യം നൽകും. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് പിതൃദോഷം അകറ്റാൻ സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണക്രമം ശീലിക്കുക.
മാംസാഹാരം, മദ്യം എന്നിവ ഒഴിവാക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കുക. അമിത വേഗത ഒഴിവാക്കുക. ചിങ്ങമാസത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലിയിലും പഠനത്തിലും പുരോഗതിക്ക് സാധ്യത. കന്നിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളതയുണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. വൃശ്ചികത്തിൽ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ, യാത്രകൾക്ക് സാധ്യത. ധനുമാസത്തിൽ സാമ്പത്തിക ലാഭം, പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യത. മകരത്തിൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം. കുംഭത്തിൽ തൊഴിൽ രംഗത്ത് പുരോഗതി, പുതിയ അവസരങ്ങൾ ലഭിക്കും. മീനത്തിൽ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. യാത്രകൾക്ക് സാധ്യത. മേടത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകാം. ഇടവമാസത്തിൽ പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം. മിഥുനത്തിൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ എടുക്കാൻ സാധ്യത. കർക്കിടകത്തിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കം. തൊഴിൽ രംഗത്ത് പുരോഗതി. പൂയം നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷതകളും ഗ്രഹങ്ങളുടെ സ്വാധീനവും ഉണ്ട്. പൂയം നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം 1201 ഒരു പരിവർത്തനത്തിന്റെ വർഷമായിരിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം കാരണം പൊതുവെ ശുഭാപ്തി വിശ്വാസവും ആത്മീയ താല്പര്യങ്ങളും വർദ്ധിക്കും. ഈ വർഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം തോന്നുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമാധാനം നൽകും. ചില പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. സമീകൃത ആഹാരം ശീലമാക്കുന്നതും വ്യായാമം മുടക്കാതിരിക്കുകയും ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം സഹായിക്കും. പ്രതീക്ഷിച്ചത്ര സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ സാധ്യതയില്ല. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല. ജാഗ്രതയോടെ തീരുമാനങ്ങൾ എടുക്കുക. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും. കഠിനാധ്വാനം ചെയ്താൽ അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. പൂയം നക്ഷത്രത്തിന്റെ 2-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം കർമ്മപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ശനിയുടെ സ്വാധീനം കാരണം അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. ചിലപ്പോൾ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും നിങ്ങളെ അലട്ടിയേക്കാം. ക്ഷമയും സ്ഥിരതയും കൈവിടാതെ മുന്നോട്ട് പോകുക. സന്ധിവേദന, എല്ല് സംബന്ധമായ അസുഖങ്ങൾ, വാദസംബന്ധമായ രോഗങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ കാൽസ്യം ഉൾപ്പെടുത്തുക. യോഗയും ലഘുവായ വ്യായാമവും ശീലമാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ചെലവഴിക്കുക. ജോലിയിൽ കഠിനാധ്വാനം ആവശ്യമായി വരും. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കാലതാമസം നേരിട്ടേക്കാം. ക്ഷമയോടെ കാത്തിരിക്കുക. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിലെ മുതിർന്നവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പൂയം നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ധാർമ്മികമായ കാര്യങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും കൂടുതൽ താല്പര്യം തോന്നും. ശനിയുടെ സ്വാധീനം ഇവിടെയും പ്രകടമാണ്. സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണിത്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. ധാർമ്മികമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. എങ്കിലും ചിലപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥ അനുഭവപ്പെട്ടേക്കാം. വയർ സംബന്ധമായ അസുഖങ്ങൾ, അലർജി പ്രശ്നങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പ്രകൃതിയുമായി ഇഴചേർന്ന് പ്രവർത്തിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിലുള്ള വരുമാനത്തിൽ സംതൃപ്തരാകേണ്ടി വന്നേക്കാം. അനാവശ്യമായ ധൂർത്തൊഴിവാക്കുക. ചെറിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. ജോലിയിൽ സ്ഥിരത നിലനിൽക്കും. പുതിയ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ കാലതാമസം നേരിട്ടേക്കാം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. മാതാപിതാക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പൂയം നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ധാർമ്മിക മൂല്യങ്ങൾക്കും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകും. വ്യാഴത്തിന്റെ സ്വാധീനം കാരണം പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഈ വർഷം നിങ്ങൾക്ക് ആത്മീയമായ ഉന്നമനത്തിന് സാധ്യതയുണ്ട്. യാത്രകൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കും. ചിലപ്പോൾ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും ചെറിയ ജലദോഷം, പനി എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കും. എങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹിതർക്ക് ചില നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വർഷമാണ്. മത്സര പരീക്ഷകൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കും. ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും.
കൊല്ലവർഷം 1201 പൂയം നക്ഷത്രക്കാർക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും. ഈ വെല്ലുവിളികളെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുക, ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കാൻ ദോഷപരിഹാരങ്ങൾ സ്വീകരിക്കുക, കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈവിടാതെ മുന്നോട്ട് പോകുക. ഈ വർഷം നിങ്ങൾക്ക് വിജയവും സമാധാനവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.